പാറു മക്കൾക്ക് റൂം കാണിച്ചു കൊടുക്ക്. ആ മഹിയേട്ടാ, വാ മക്കളെ. ഇഷു, നിന്റെ കാലമ്മ അഞ്ചു. അല്ല, നിന്റെ അഗ്നിയേട്ടന് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ലേ? ആ ആ അഗ്നിയേട്ടാ, ഇത് അഞ്ജലി, ഇത് ഗായത്രി, UK എന്റെ ഫ്രണ്ട്സാ. ഹായ്. ആ എന്നാ നിങ്ങൾ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഇഷാനി വാ. ആ ഇത്തിരി അഹങ്കാരമുണ്ട്, കുറപ്പിക്കാം. ഇത് തുറന്നില്ലേ? ഓ, ഈ ശിവേട്ടൻ ഇത് എവിടെ പോയി കിടക്കുവാ? അയ്യോ സാക്ഷി, നീ എന്തേ കാണിക്കുന്നത്? ഞാനല്ലല്ലോ, നിങ്ങളല്ലേ കാണിച്ചത്. ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ, താഴെ ഇറക്ക്. ഞാനിപ്പോ വരാവേ. ഇതാരാ? നിമ. ഇനി ഇതയാളുടെ ഗേൾഫ്രണ്ട് വല്ലോ? ഇഷാനി, ആ ആരാ വിളിച്ചേ? ആ ഏതൊരു നിമ. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നത് അത്ര വല്ല നല്ല കാര്യമൊന്നും അല്ല. അതിന് എനിക്ക് തൻ്റെ ഫോൺ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇന്നാ തൻ്റെ ഫോൺ കൊണ്ട് പുഴുങ്ങി തിന്നു. ഞാൻ പോവാ. ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കരുതെന്ന്? വെച്ചിട്ട് പോടി. എന്നാലും അവൾ ആരായിരിക്കും? ഇഷു. ആ നീ പണിയൊന്നും ചെയ്യാതെ കണ്ട മാവിലെ മാങ്ങയൊക്കെ പിച്ച് നടക്കുവാണ് കേശു? ആ എങ്ങനെ ഇരിക്കുന്നിപ്പോ? ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എനിക്കോ? ആ നീയല്ലേ ഇന്നലെ പറഞ്ഞത് നിനക്ക് മാങ്ങ വേണോന്ന്. ഞാനോ? ഞാനെപ്പ നിന്നോട് പറഞ്ഞ്? ഇന്നലെ നീയല്ലേ പറഞ്ഞേ. ആ വേണ്ട, പറയണ്ട, മനസ്സിലായി. എന്റെ പൊന്നു കേശു, അത് ഞാൻ ഇന്നലെ നിന്നെ പറ്റിച്ചതല്ലേ. നീ പറ്റിച്ചതാണോ? കൊള്ളാടി കൊള്ളാം. അയ്യോ, അപ്പോഴത്തേക്ക് എന്റെ കേശു പിണങ്ങിയോ? സോറി, ഇനി ഞാൻ അങ്ങനെ പറ്റിക്കില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഇനി ആ മാങ്ങ എനിക്ക് തരുവോ? ഇളവേനൽക്കൂട്ടിൽ തളിരുണ്ണും മൈനെ നിന്നോടല്ലേ ഇഷ്ടം, കനി വീഴും തോപ്പിൽ മേയും നിലാവേ നിന്നോടല്ലേ ഇഷ്ടം, മന്ദാരപ്പൂ നിഴലൊളി വീശും മാമ്പഴപ്പൊൻ കവിൾ പെണ്ണഴകെ, മാനത്ത് കാർമുകിൽ മഴമേട്ട് മറിവില്ലുരുകിയ നീർമണി നീ ഓർത്തിരിക്കാൻ ഓമനിക്കാൻ കൂട്ടുകാരി പോരുമോ, കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആ കടുവ വരുന്നു, ഇടി തന്നെ വീഴുന്നു. ഓക്കെ ഓക്കെ, എല്ലാം സെറ്റ്. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അഗ്നി മോനെ, ഇങ്ങോട്ടൊന്ന് വന്നേ. നീ എന്തിനാ അഗ്നിയെ വിളിക്കുന്നേ? ഞാൻ എടുത്തു തരാൻ പാറു. ഓ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അഗ്നി, ആ കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടാ. നീ ഒന്ന് വന്ന് നോക്കിയേ. ആ ഏട്ടാ, ഇനി വേറെ വല്ലതും പ്ലാൻ ചെയ്യാം. ആ ശരിയാ. ആ അയ്യോ ഇന്ദ്രച്ചൻ. ഇന്ദ്ര, അച്ഛാ, നിനക്കെന്തെങ്കിലും പറ്റിയോ? മഹിടാ, എന്റെ കാല്. നീ വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ആ മഹി, സോറിടാ. എന്തായാലും അവര് തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയല്ലോ എന്റെ കണ്ണാ. എടി, നമ്മുടെ പ്ലാൻ കൊണ്ട് അവർ ഒന്നിച്ചു. പെട്ടളിയാ. എന്താ? അങ്ങോട്ട് നോക്ക്. എടി, ആ മുയൽക്കുട്ടി നമ്മളെ കടിക്കുവോ? ഉറപ്പായിട്ടും. ഇങ്ങ് വാ രണ്ടെണ്ണോ. ആ ഇഷു, ഇത് നിങ്ങളാണോ ചെയ്തത്? അയ്യോ, ഇന്ദ്രാജനെ വീഴ്ത്താനല്ല ഞങ്ങൾ ചെയ്തത്. അപ്പോ ഇത് നിങ്ങൾ തന്നെയാ ചെയ്തതല്ലേ? ഓ, സ്വന്തമായിട്ട് കുഴി തോണ്ടിയല്ലോടി നീ. എന്താ അഞ്ജു? ഒന്നുമില്ല. ആരെ വീഴ്ത്താനാ നിങ്ങളിത് ചെയ്തത്? അഗ്നിയേട്ടനാണോ?
ചെറുതായിട്ട്. അഞ്ജു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അച്ഛൻ്റെ സ്ഥാനത്ത് അഗ്നിയേട്ടൻ വല്ലതും ആയിരുന്നെങ്കിലോ, വല്ലതും പറ്റിയായിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ? നിനക്കെന്താ പെട്ടെന്ന് അയാളുടെ ഒരു സോഫ്റ്റ് കോർണർ? ഇതിനു മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അത് ഇതിനു മുന്നേ അയാൾക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് നടക്കുമായിരുന്നല്ലോ നീ. ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നും പൊട്ടിമുളച്ച് ഈ ഒരു സോഫ്റ്റ് കോർണർ? എടി, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. അഗ്നിയേട്ടൻ പാവാ. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. അയാൾക്ക് നല്ല അഹങ്കാരമുണ്ട്. അത് കുറപ്പിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളു. വാടികായു എടി. ഓ ഇവളുമാര്. ഇഷു, ഇഷു, ആ എന്താ? നീ പാട്ട് കേൾക്കുവാണോ? ആ അതെ. ആരുടെയാ? യേശുദാസിന്റെ പാട്ടാണോ? അല്ല. MG ശ്രീകുമാർ? അല്ല. അപ്പൊ ചിത്രയാമയായിരിക്കും. ഏയ് അല്ല. പിന്നെ ആരുടെയാ? ഇത് BTSന്റെയാ. BTS? അതെ, BTS. അതാരാ? അതൊരു K-pop ബാൻഡിന്റെ പേരാ. ഓ, അത് ശരി. ഇവര് കൊറിയക്കാരാ. ആ, കൊറിയ. അത് നമ്മുടെ സ്വന്തം നാടല്ലേ? അതെങ്ങനെ? അത് നമ്മുടെ ഇവിടുത്തെ ഒരു രാജകുമാരി അവിടെ പോയില്ലേ, അപ്പൊ അത് നമ്മുടെ നാടായില്ലേ? ആ കഥ എനിക്കറിയാം. അതെങ്ങനെ അറിയാം? ഞാൻ മേഡ് ഇൻ കൊറിയ സിനിമ കണ്ടായിരുന്നു. ശരി, വാ, നിനക്ക് ഞാൻ BTSന്റെ പാട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ. ഇത് സാക്ഷിയുടെ ഫോണല്ലേ? അവള് മറന്നു വെച്ചായിരിക്കും, കൊണ്ട് കൊടുക്കാം. ശിവേട്ടാ. സാക്ഷി, ശിവേട്ട എന്തേ കാണിക്കുന്നേ? സാക്ഷി, ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയോന്നൊരു സംശയം. എന്താന്നറിയില്ല സാക്ഷി, നീ അടുത്ത് വരുമ്പോ ഒരു ശ്വാസമുട്ടൽ പോലെ ഉള്ളില് എന്തോ. ശിവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? മാറിക്കേ. സാക്ഷി, സാക്ഷി, നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ, അതില്ലെങ്കിൽ ഞാൻ. സാക്ഷി, ഇഷ്ടവാ ഒരുപാട്. ഗായു, ആരാന്നൊന്ന് പോയി നോക്കിയേ. ആരാ ഗായു? കടുവ? അല്ല, അഗ്നിയേട്ടൻ. ഓ, ആരാന്ന്? ഹായ് അഞ്ജലി, നിങ്ങൾ വന്നപ്പോൾ എനിക്ക് നല്ലോണം പരിചയപ്പെടാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി, സോറി. എന്താ നിങ്ങളൊന്നും പറയാത്തെ? എന്നോട് ദേഷ്യമാണോ? ഏയ്, ദേഷ്യമൊന്നുമില്ല. അത് കള്ള. നിങ്ങളുടെ ഫ്രണ്ടിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതിൻ്റെ ദേഷ്യമൊക്കെ നിങ്ങൾക്ക് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. അത് അവളുടെ അഹങ്കാരം മാറ്റി നല്ലൊരു പെൺകുട്ടിയാക്കണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവളിപ്പോൾ കുറച്ച് ഒതുങ്ങി. വല്ലാണ്ട്. എന്താ അഞ്ജു? ഒന്നുമില്ല. ഇപ്പൊ അവളൊരു വില്ലേജ് ഗേൾ ആയെന്ന് പറഞ്ഞ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കാര്യം പറ. ഇത് കണ്ടോ, ഇതാണ് എന്റെ ഫിയാൻസെ. കൊള്ളാലോ. ഗായു, നിന്റെയോ? കാണിച്ചു തരാം. ദാണ്ടെ ഇതാ. ആള് നല്ല ഹാൻഡ്സ് ആണല്ലോ. അപ്പൊ എന്റെ ശരണോ? ആള് നല്ല ഹോട്ടല്ലേ? ഓ യാ, നീട്ടിനൊന്ന് പോയേ. അഗ്നിയേട്ടന്റെ സൗണ്ട് അല്ലേ? ഗായിന്റെ എഞ്ചിനീയർ റൂമിൽ നിന്നാണല്ലോ. ഇയാൾക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞ ടീംസ് അല്ലേ അയാളോട്ട് ഇതേ കത്തി അടിച്ചോണ്ടിരിക്കുന്നത്? ഇയാളെങ്ങനെ ഇവരെ കയ്യിലെടുത്ത്? എന്തായാലും കൊള്ളാം, അയാൾക്ക് പറ്റിയ ടീംസ് തന്നെ. പാറോമ്മ, മാധവമ്മ, ഫുഡ് ഒരു രക്ഷയില്ല, സൂപ്പർ. താങ്ക് യു. പാറോമ്മ, മഹേഷിന് എന്തിയേ? മഹേടിന് എന്തോ കണക്ക് നോക്കണമെന്ന് പറഞ്ഞു റൂമിലോട്ട് പോയി മോളെ. ആണോ? എന്നാ നിങ്ങൾ പോയി കിടന്നോ മക്കളെ, സമയം ഒരുപാടായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഞാൻ പോവാം അമ്മ. മാധവമ്മ, ഇന്ദ്രാച്ച, ഗുഡ് നൈറ്റ്. ആടാ, ഗുഡ് നൈറ്റ്. എന്നാ ഞാനും പോട്ടെ. ഗുഡ് നൈറ്റ്. നാത്തു, സംതിങ് ഫിഷിംഗ്. യാ നാത്തു. എന്താ നിങ്ങൾ ഈ പറയുന്നേ? അതൊക്കെ ഉണ്ട്. കം ഫോളോ മീ. ശിവേട്ടാ. ആ വാ. പെട്ടെന്ന് പറ, എനിക്ക് റൂമിൽ പോണം. പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നീ ഇവിടെ വന്നിരിക്കുക. എന്താ ഉദ്ദേശം? ദുരുദ്ദേശം മാത്രം. ഈ ശിവേട്ടൻ. ഈ പാറവും മാധു എന്തിയേ? അല്ല, അവനെ കാണുന്നില്ലല്ലോ. ഇവര് മൂന്നുപേരും എവിടെ പോയി കിടക്കുന്നു? നമ്മൾ എന്തിനാ ശിവയുടെ റൂമിന്റെ വെളിയിൽ നിൽക്കുന്നത്? അത് നമ്മളൊരു പൂച്ചക്കുഞ്ഞിന്റെയും താറാവിന്റെയും കള്ളത്തരം കൈയോടെ പൊക്കാനാ വന്നത്. ഏട്ടത്തി എന്താ ഈ പറയുന്നേ? ഓ, എന്റെ ട്യൂബ് ലൈറ്റേ, ഒന്ന് മിണ്ടാതിരിക്ക്. വാ വെച്ച് അവരെ അറിയിക്കാതെ. ഷെടാ, ഈ പാറു എന്തിനും ഫോൺ ഇവിടെ വെച്ചേക്കുമായിരുന്നോ? ഇനി എന്ത് ചെയ്യും? ആ, മാധുവിനെ വിളിച്ചു നോക്കാം. ശബ്ദമുണ്ടാക്കാതെ പയ്യെ വാ. பாசத்தில் அவரு காணிச்சுக்க ஊரில் ஆளே கிடையாது. எங்க அண்ணன் அந்த அன்பு தெளிக்கிறது மண்ணு. அந்த பாசத்தில் அவரு காணிச்சுக்க ஊரில் ஆளே கிடையாது. ഹലോ ഏട്ടാ. അയ്യോ അമ്മ. നിങ്ങൾ മൂന്നെണ്ണോ ഇത് എവിടെ അടി? ഞങ്ങളിവിടെ ശിവയുടെ റൂമിന്റെ വെളിയിലുണ്ട് ഏട്ടാ. ഓ, ഇവളെല്ലാം നശിപ്പിച്ച്. ഇനി ദാ ഫോൺ. അളിയാ, ഞാൻ പിന്നെ വിളിക്കാവേ. നിന്നെ അത് നിങ്ങൾക്ക് അറിയാലോ. ഏട്ടന്റെ കോള് വന്നാ പിന്നെ. ഏട്ടൻ പാസോ അല്ലേ? അതെ. അയ്യോ, ഇന്ദ്രച്ചനും കൂടെ ഉണ്ട്. അവിടെ കൂടെ പാറോമ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ട് നമ്മളിനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എന്തും വരട്ടെ. ഞാൻ വാതിൽ ഉറക്കാൻ പോവാ. ശിവേട്ടാ. സാക്ഷി, ആർക്കു വേണ്ടിയും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ആ ഉറപ്പ് പോരെ നിനക്ക്? മതി. വാ. ദേ ഇന്ദ്രേട്ടാ, ഡോർ തുറക്കുന്നു. ആറ്റിറ്റ്യൂഡ്. ആ സാക്ഷി, നീ എന്താ ഇവിടെ? അച്ഛാ, അത് ഇന്ദ്രാച്ച, എനിക്ക് ഇവളെ ഇഷ്ടമാ. ഇവൾക്ക് എന്നെ. ആരെതിർത്താലും ഞാൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഇവളുടെ കാര്യത്തിൽ മാത്രമായിരിക്കും. നീ കെട്ടിക്കോടാ. ഏട്ടത്തി, നാളെ തന്നെ ഡേറ്റ് എടുത്ത് ഇവരെ കല്യാണം നടത്തിയാലോ? ആ, പെട്ടെന്നായാൽ അത്രയും നല്ലത്. എന്താടാ പിള്ളാരെ, നിങ്ങളിങ്ങനെ കിളി പോയി നിൽക്കുന്നത്? അല്ല, നിങ്ങൾ എന്താ ഞെട്ടാത്തത്? ഞങ്ങൾ എന്തിനാടാ ഞെട്ടുന്നത്? ഇത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച കാര്യമായിരുന്നു. എന്താ? നിങ്ങളെ രണ്ടാളെയും കൊണ്ട് കെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ കുറച്ചു നാൾ മുന്നേ പറഞ്ഞതേ ഉള്ളായിരുന്നു. എന്തായാലും നിങ്ങൾ ഇവിടം വരെ ഒക്കെ എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അമ്മ, ഇവരെ പെട്ടെന്ന് കെട്ടിക്കുന്നതാണ് നല്ലത്. അല്ലേ നമ്മൾ പലതും കാണേണ്ടി വരും. അത് നാത്തു പറഞ്ഞ സത്യമാ. മുതലാളി, ദാ ഈ സ്ഥലം കണ്ടോ? ഇവിടെ നമ്മുടെ ഫാക്ടറി കൊണ്ടുവന്നാൽ നമുക്ക് നല്ല ലാഭം കിട്ടും. ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതാണോ? അവിടെ വലിയൊരു തറവാടുണ്ടെന്നാ കേട്ടത്. അവിടുത്തെ ആണുങ്ങൾ ഇത്തിരി പെശ കാണുന്നു. അതേത് തറവാടാ? മംഗളത്ത് തറവാട്. അവിടുത്തെ കാരണവരാണ് മഹേന്ദ്രവർമ്മ. അയാളും അയാളുടെ ഒരു കൂട്ടുകാരനും കൂടി കാണിച്ചു കൂട്ടിയതൊന്നും ചെറുതല്ല. അവരെ വെച്ച് നോക്കുമ്പം നമ്മളൊന്നും അല്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഒരു വയസ്സായ ഒരു മൂലക്കിരിപ്പുണ്ടായിരിക്കും. അച്ഛാ, നമുക്ക് ആ സ്ഥലം നോക്കാം. എന്നാ നീ നാളെ തന്നെ അവിടെ പോയി സംസാരിക്കും. ആ അച്ഛാ. എന്നാലും സാക്ഷി, ഇത്രയും നടന്നിട്ട് നീ എൻ്റെ അടുത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതേട്ടാ, എന്ത് ചെയ്യാനാ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അത് എത്ര പെട്ടെന്ന് പറയാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പറയുക. അത് തന്നെ ഏട്ടാ എനിക്കും ചിലരോട് പറയാനുള്ളത്. അഞ്ജു. അതാരഞ്ജു? അത് ശിവേട്ടാ. അഞ്ജു, നീ വന്നേ. ഇതാരാ? ആ വാ നോക്കാം. ആരാ? മഹേന്ദ്രവർമ്മ. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തുപോയി. ആണോ? എന്താ കാര്യം? ആ നെൽപ്പാടത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലം നിങ്ങളുടെ അല്ലേ? അതെ. അത് കൊടുക്കുന്നെന്ന് കേട്ട്. അത് ഞങ്ങൾക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെയോ? അപ്പോൾ വിലയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അതിലൊരു മാറ്റവും വരുത്തത്തില്ല. ഏയ് വേണ്ട, ആ റേറ്റ് ഞങ്ങൾക്ക് ഓക്കെയാണ്. അതിരിക്കട്ടെ, അവിടെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഫാക്ടറി. അത് നിങ്ങളുടെ നാട്ടുകാർക്ക് ഒരു സഹായമാവും. ആ സഹായം ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടെങ്കിലോ? അഗ്നി, ഏട്ടനൊന്ന് വെറുതെ ഇരുന്നേ. ഇത് നമുക്ക് വേണ്ട. ദേ, നിങ്ങളോടാ. ഈ സ്ഥലം ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല. അതുമല്ല, ഞങ്ങളുടെ നാട്ടിലൊരു ഫാക്ടറി വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതേടാ, ഞാനാ തീരുമാനിക്കുന്നത്. മോൻ, മാമന്മാരെയും വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഡാ, ഒന്ന് പോടാ ചെറുക്കാ. നീ നോക്കിക്കോ, ഇവിടെ തന്നെ ഞങ്ങളുടെ ഫാക്ടറി വരും. ഓ ആയിക്കോട്ടെ, മോനിപ്പോ ചെല്ല്. ഇവന്മാരൊക്കെ ഏതോ വരുത്തന്മാരാ. നീ വാ. Swim, swim, waterfall of your skin. Swim, swim, I could spend a lifetime watching you swim, swim,
This is all I begins. Swim, swim. I just wanna die. I just wanna die. പാട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ പാടാൻ ആർക്കായാലും പറ്റും കേശു. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളല്ലോ ഈ പാട്ട്. പക്ഷെ എനിക്ക് ബട്ടർ സോങ് അറിയാം. എന്നാ ഒന്ന് പാടിക്കേ. Smooth like butter, like criminal undercover, gone pop like trouble, breaking into your heart like that. Cool shade stunner, yeah, only to my mother, yeah. Hot like summer, yeah, making you sit like that. Who wanna look in the mirror? How much hard did it do? I got the superstar glow, so side step right left to my beat. High like the moon, rock with me, baby. Know that got the heat. Let me show you Kaskal to cheap. Side step right left to my beat. Get it, let it roll. ഓ പൊളിച്ചു മുത്തേ. ഇതെങ്ങാണ് റീലാക്കി പോസ്റ്റ് ചെയ്ത നമ്മുടെ ജെക്ക് എപ്പോ റീപോസ്റ്റ് അടിച്ചെന്ന് ചോദിച്ചാ മതി. Swim, swim. ഇഷ്ടപ്പെട്ടോ? ചെറുതായിട്ട്. ആ എന്താ? അല്ല, നീ ഇമ വെട്ടാതെ നോക്കുന്നതിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന്. അത് ഞാൻ ഈ പാടം നോക്കിയതാ. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? കുറച്ച്. കുറച്ചാക്കണ്ട, നല്ല ആഴത്തിന് ഇഷ്ടപ്പെട്ടോ? എന്നാ ഓക്കെ. Swim, swim, waterfall of your skin, swim. സ്വിമ്മിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഒന്ന് സ്വിമ്മിട്ട് വന്നാലോ? ഇനി ഞാൻ ഏട്ടത്തീന്ന് വിളിക്കേണ്ടി വരുമോ? ഒന്ന് പോയേട്ടാ, കളിയാക്കാതെ. സാക്ഷി, കുളത്തിന്റെ അടുത്ത് എന്താ ഇത്ര ആൾക്കൂട്ടം? അറിയില്ലേട്ടാ, വാ നോക്കാം. അയ്യോ ഇഷു, ഇതേത് വീട്ടിലെ കൊച്ചാന്നാലും ഈ അമ്പലക്കുളത്തിൽ വന്ന് കുളിക്കാൻ? എന്നാലും അവരെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ ചേച്ചി. പെമ്പിളാരിങ്ങനെ അയച്ചു വിട്ടേക്കുമല്ലയോ? ഇങ്ങോട്ട് വാടി. എന്റെ കൈ വീട്, എനിക്ക് വേദനിക്കുന്നു. അഗ്നി, എന്താണ് ഈ കാണിക്കുന്നത്? ദേ അച്ഛാ, നിങ്ങൾ ആരും ഇതിൽ ഇടപെട്ട് പോകരുത്. ഇങ്ങോട്ട് വാടി. എന്ത് സാക്ഷി, എന്തു പറ്റി? അതമ്മേ, ഏട്ടാ, അവള് കാരണം നിങ്ങൾക്ക്. മാധു, അവക്ക് അറിയില്ലല്ലോ, അവള് കുഞ്ഞല്ലേ. നിനക്ക് നാണമില്ലേ ഷാനി? നീ ആ കുളത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് വല്ല ബോധമുണ്ടോ? നിങ്ങളുടെ പാർസലേട്ടാ, ഞാൻ ആ കുളത്തിൽ തുണിയില്ലാതെ എടുക്കുവാണെന്ന്. ഇനി മേല കുറെ നാളുകൊണ്ട് സഹിക്കുന്നു. അമ്മായിയുടെ മോളല്ലേ, അന്യനാട്ടിൽ നിന്ന് വന്നല്ലേ എന്ന് വെച്ചപ്പോ നിനക്ക് എന്തും പറയാന്ന് വെച്ചോ? ഈ നാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് അന്തസ്സുണ്ട്. ദൈവത്തെ ഓർത്ത് അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത്. UK എവിടെ വന്ന് വെച്ചാ പൊക്കോ. ഇവിടെ നിന്ന് മോങ്ങാതിറങ്ങി പോടി. ഇഷു, ഇഷു എന്ത് പറ്റി? അഞ്ജു, ഇഷു എന്ത് പറ്റി? അഞ്ജു, എനിക്കിവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം അഞ്ജു. എനിക്കിവിടെ നിൽക്കണ്ട അഞ്ജു. ഇഷു, മോളെ കരയാതെ. അഞ്ജു, എന്നെ കൊണ്ടു അഞ്ജു, എനിക്കിവിടെ നിൽക്കണ്ട അഞ്ജു. അഗ്നിയേട്ടാ, അവളൊരു പൊട്ടി പെണ്ണേട്ടാ. അവളെ തല്ലുണ്ടായിരുന്നു, പാവം, ഒരുപാട് കരഞ്ഞ്. അവളുടെ കണ്ണൊന്നറിഞ്ഞാ ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ല. അവക്ക് അഗ്നിയേട്ടനെ ഒരുപാട് ഇഷ്ടാ. വേണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ കൊണ്ടുപോക്കോളാം അവളെ. നിങ്ങളുടെ കൺവെട്ടത്ത് പോലും അവള് വരില്ല. ഗായു, ഇഷാനി, ഇഷു, സോറി സോറി. അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് നിന്നോട്. എന്നോട് ക്ഷമിക്കുന്നീ. അഗ്നിയേട്ടാ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഇഷു. നീ എന്നെ വിട്ടു പോവല്ലേ ഇഷു, പ്ലീസ്. ഇല്ല, ഞാൻ എന്റെ അഗ്നിയേട്ടനെ വിട്ട് എവിടെയും പോവില്ല. കരയാതെ അഗ്നിയേട്ടാ, സാരില്ല, പോട്ട്. അഗ്നിയേട്ടാ, ഐ ലവ് യു. ലവ് യു ടു. പാറു,
പാറു പാറു ആ മഹിയേട്ടാ. ദാ വിഷുക്കണിക്കുള്ള സാധനങ്ങള്. ആ അയ്യോ, ഇതിൽ കണിക്കൊന്നയില്ലല്ലോ. ഏട്ടത്തി ദാ കണിക്കൊന്ന. ഇത് ഒരുപാടുണ്ടല്ലോ. എന്ത് ചെയ്യാനാ, ഞങ്ങൾ കണ്ട മരത്തിലൊക്കെ കയറി അങ്ങ് പിച്ചിന്നേ. ഇവന്റെ വാക്കേട്ടുള്ള കൊന്നമരത്തിലൊക്കെ വലിഞ്ഞു കയറുകയും ചെയ്ത് ഇനി ഉറുമ്പ് കടിക്കാത്തൊരു സ്ഥലമില്ല. ഈശു. ആ ആരാ? കണ്ണൂർക്കല്ലേ? ഇത് ഞാനാ കേശു. കേശു, നീ എന്താ ഇവിടെ? നിനക്ക് വിഷുക്കണി കാണണ്ടേ? ആ വേണം. എന്നാ കണ്ണ് തുറക്കാതെ എന്റെ കൂടെ വാ. ഓക്കെ. മലർമാതിൻ കാതൻ വസുദേവാത്മജൻ പുലകാലേ വാഴേ കുഴലോദേ. നീ ഇതെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്ന എന്റെ കേശു? അതൊക്കെ ഉണ്ട്. ഇനി കണ്ണുറന്നോ. ആദിദേവായ ലോകനാഥായ വേദാന്തരൂപനേ പത്മനാഭായ പത്മനയനായ സന്താപനാശനേ ശ്രീനിവാസായ ശ്രീനിധീശായ ശ്രീലക്ഷ്മികാന്തനേ ഭുജഗശയനായ ഗഗനസദൃശായ വൈകുണ്ഠാധിപനേ പുരുഷോത്തമ ഗോവിന്ദ പരമാത്മഹരേ അരവിന്ദ അപരാജിത ഭയനാശ ധരണീധരനേ ഋഷികേശ. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാവോ? വിശ്വസിക്കാം. ഞാൻ ശ്രീകൃഷ്ണൻ. അപ്പോ ഇത്രയും നാള് എന്റെ കൂടെ ഒരു സുഹൃത്തിന്റെ പോലെ? അതെ, അത് നാം തന്നെയാണ്. എന്തിന്? നിന്റെ ഒറ്റപ്പെടലിന്റെ പരിഭവം കേട്ടപ്പോ നിന്റെ കൂടെ ഒരു സുഹൃത്തായി കൂട്ടുകൂടാൻ എനിക്ക് തോന്നി. കേശു, ദാ ഇതാ നിന്റെ വിഷുക്കൈ നീട്ടം. ഇനി നീ വീട്ടിലേക്ക് ചെല്ല്. അവിടെ നിന്നെ എല്ലാരും തിരക്കുമായിരിക്കും. ഇവിടെ നടന്ന കാര്യമൊന്നും ആരും അറിയണ്ട. നിന്റെ കൂടെ എന്നും ഞാൻ കാണും. ഒരു സുഹൃത്തിനെ പോലെ. നിനക്ക് എന്ത് ആപത്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും വിഷു. നീ ചെല്ല്. മലർമാതിൻ കാതൻ വസുദേവാത്മജൻ പുലകാലേ വാഴേ കുഴലോദേ ചിലുചിലേയെങ്ങും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഇന്ന് ഞാനൊരു കലക്കും എന്റെ കരവേട്ടാ. കുറച്ചും കൂടി മുളക് പൊടി ആകാം. സെറ്റ്. മോളെ ഇഷു. ആ, എന്റെ ഇരകളെത്തിയല്ലോ. എന്തിനാണ് ഇപ്പൊ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്ത് ഗെയിം? ചാലഞ്ച് ഗെയിം. എന്ത് ചാലഞ്ച്? ഞാനൊരു സ്പൈസി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കഴിക്കണം. അതാണ് ചാലഞ്ച്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? മോളെ, നീ ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചേക്കുന്നത്? ഈ സ്പൈസി ഫുഡൊക്കെ ഞങ്ങൾക്ക് പഞ്ചാമൃതം. അത് തന്നെ നീ അങ്ങോട്ട് വിളമ്പിച്ചു. ആ ഓക്കെ. അല്ല, അമ്മമാരോ? അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ ഇഷു, അവർക്കിതൊന്നും പറ്റില്ലെന്നേ. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? നിങ്ങളെക്കാട്ടി കൂടുതൽ ഞങ്ങൾ കഴിച്ചിരിക്കും. മാധു വാടി. നാത്തു, അത് വേണോ? വേണം. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ആ ഓക്കെ. അതെ, നിങ്ങളെക്കാട്ടി കൂടുതൽ ഞങ്ങൾ കഴിച്ചിരിക്കും. എന്നാ വന്നിരിക്കേ. അഗ്നേട്ടാ, എന്താ മാറി നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്. അവനെ വിട്ടേരേശു. അവന് കുറച്ച് എരിവ് പോലും താങ്ങാൻ പറ്റില്ല. ആര് പറഞ്ഞ്? അമ്മ വലുതും പറയും. നീ അങ്ങോട്ട് വിളമ്പിയേ. എന്താ ഇവിടെ? ആ ഏട്ടാ, വാ ഇരിക്ക്. ഞങ്ങൾ സ്പൈസി ഫുഡ് ചാലഞ്ച് കളിക്കുക. ആണോ? എന്നാ ഞാനും ഉണ്ട്. അത് ഏട്ടന് ഒരുപാട് എരിവ് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഏട്ടൻ വെക്കോ? ആര് പറഞ്ഞ്? എനിക്കെരിവിഷ്ടാ. ഓ, സ്വന്തമായിട്ട് വന്ന് പെട്ടല്ലോ ശിവേട്ടാ. എന്നാ നിങ്ങൾ കളിച്ചോ, ഞാനിവിടെ ഇരിക്കാം. എനിക്ക് എരിവ് തീരെ പറ്റില്ല. ആ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ എൻ്റെ പാവം ശിവേട്ടൻ പെട്ടല്ലോ. നീ എന്താ നോക്കുന്നത്? അങ്ങോട്ട് വിളമ്പിച്ചു. ആ വഴിയിലൊരു പാമ്പു പണമെടുത്തു ചീറ്റി നിന്നു ചില വേല കാട്ടി വിരട്ടാം. വഴിയിലൊരു പാമ്പു പണമെടുത്തു ചീറ്റി നിന്നു എങ്ങനെയുണ്ട് മഹേച്ച പഞ്ചാമൃതം?
സൂപ്പർ, പറയാൻ വാക്കുകളില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ നാത്തൂനോട് നിനക്ക് സമാധാനമായല്ലോ പെണ്ണുമ്പിള്ളെ. അയ്യോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോടി. അപ്പൊ യു എൻജോയ് ഗൈസ്, ബൈ. ആ അഗ്നിയേട്ടാ, എരിവൊക്കെ എങ്ങനെയുണ്ട്? ഇഷു, എനിക്ക് സ്ട്രോബെറി വേണം. സ്ട്രോബെറിയോ? അതിനിവിടെ സ്ട്രോബെറി ഇല്ലല്ലോ. ദാ, ഇതാണ് എൻ്റെ സ്ട്രോബെറി. ഇതാണ് എനിക്ക് വേണ്ടത്. അഗ്നിയേട്ടാ, ഇത് നീയായിട്ട് വരുത്തി വെച്ചതാണ് ഇഷാനി. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പോ കടുവേ. അയ്യോ അയ്യോ, പറ്റുന്നില്ല സാക്ഷി, പറ്റുന്നില്ല. അമ്മേ, നിന്റെ അനിയത്തി എന്താടി ഞങ്ങളെ കൊല്ലാൻ നോക്കിയാണോ? അയ്യോ, അത് അവൾ അവർക്ക് പണി കൊടുത്തതാ. ശിവേട്ടനോട് അവൾ ആദ്യമേ പറഞ്ഞല്ലേ കഴിക്കണ്ട പൊക്കോളൻ. അത് കേൾക്കാതെ പോയി കഴിച്ചേക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ സാക്ഷി. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്ത്? ഇപ്പൊ ഒരു കുറവുണ്ടോ? കുറച്ച്. ഇഷു, മതി ഒരുങ്ങിയത്, ഇങ്ങോട്ട് വന്നേ. ദാ വരുന്ന അഗ്നിയേട്ടാ. നിങ്ങളിത് എവിടെ പോന്നടാ? അതമ്മേ, ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാ. അപ്പോ അവക്ക് കാണുമെന്ന് പറഞ്ഞ്. ആണോ? എന്നാ നിങ്ങൾ പോയിട്ട് വാ. നിനി സാ 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 സരി നി സാ 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 ని సరే రే మామ పాప ని ద బమ పని సరే എള്ളുകിലെങ്ങും കാതിൽ കുറുവമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി നീട്ടും കാവിൽ കളികോമരമുറയണതാണം മദ്ദളമേളം പതികാലം പൊട്ടിക്കേറുമ്പോൾ അന്തി വിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയാൻ ആകാശവും നറുതിരികൾ നീട്ടുന്നു ഹരിചന്ദനം ചുടുനെറ്റിയിൽ മണിവീണ നീലാംബരി. നീ എന്താ ഈ നോക്കുന്നത്? അഗ്നിയേട്ടാ, കുപ്പിവള വേണോ? ആ വാ. ലേറ്റ് ആയില്ലേ? നമുക്ക് പോവാം. ആ പോവാം. എന്തുപറ്റി അഗ്നിയേട്ടാ? അറിയില്ല, സ്റ്റാർട്ട് ആകുന്നില്ല. എടാ,